ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ വീടിനകത്തും പരിസരങ്ങളിലും നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ ശല്യക്കാരായ എലി, പെരിച്ചാഴി, പാമ്പ്, പല്ലി, പാറ്റ എന്നിവയൊക്കെ അനായാസമായി ഒഴിവാക്കാനുള്ള നല്ല കിടിലൻ ടിപ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം ഒട്ടും തന്നെ കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള കാലിയായ ഒഴിഞ്ഞ കുറച്ച് റോൾ ഓൺ സെൻറ്റ് ബോട്ടിലുകളാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള റോൾ ഓൺ സെൻറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മിൽ പലരും. ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? വെറുതെ അങ്ങോട്ടങ്ങ് വലിച്ചെറിഞ്ഞ് കളയും. ഇനി അങ്ങനെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയണ്ട കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെ കാലിയായ ബോട്ടിലിൻ്റെ മുകളിലെ അടപ്പ് മാത്രം ഒന്ന് ഊരി മാറ്റിയതിന് ശേഷം നമുക്കിത് നമ്മുടെ അലമാരയ്ക്കുള്ളിലെ തുണികൾക്കിടയിലേക്ക് വയ്ക്കാം. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ അലമാരയ്ക്കുള്ളിലും അതിലിരിക്കുന്ന തുണികൾക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. അലമാരയ്ക്കുള്ളിൽ ഒത്തിരി നാളായിട്ട് മടക്കി വെച്ചേക്കുന്ന തുണികളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു സ്മെല്ലുണ്ടാവാറില്ലേ? ആ ബാഡ് സ്മെല്ല് മാറി കിട്ടാനുള്ള നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത്, ഇങ്ങനത്തെ ഉള്ള ബോട്ടിൽ അലമാരയ്ക്കുള്ളിൽ വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിനകത്ത് സോപ്പൊക്കെ വെക്കുന്ന ഷെൽഫിലോ അല്ലെങ്കിൽ ജനാലപ്പടിയിലോ ഇതുപോലെ ഒരെണ്ണം തുറന്നിങ്ങനെ വെച്ചാൽ ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലുള്ള ഫ്ലാസ്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം കുറേ നാളത്തേക്ക് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ചൂടാറാതെ സൂക്ഷിക്കുന്ന കാസറോളും ഇതുപോലെ തന്നെ യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ അടച്ചു വെച്ച് കഴിഞ്ഞ് പിന്നീട് അത് തുറക്കുമ്പോൾ അതിൽ നിന്നും വല്ലാത്ത സ്മെല്ല് ഉണ്ടാവാറുണ്ട്. ഉപയോഗത്തിന് ശേഷം അടച്ചു വയ്ക്കുന്ന നമ്മുടെ ഫ്ലാസ്കിൻ്റെയും കാസറോളിൻ്റെയൊക്കെ ആ ബാഡ് സ്മെല്ല് മാറി കിട്ടുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. കുറേ നാളത്തേക്കൊക്കെ അടച്ചു വയ്ക്കാനുള്ള നമ്മുടെ ഫ്ലാസ്കും കാസറോളൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഈ ടിപ്പ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പർ കഷ്ണങ്ങളാണ് കേട്ടോ. നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയെടുത്ത് നമ്മുടെ ഫ്ലാസ്കിലേക്കും കാസറോളിലേക്കും ഒക്കെ ഈ ന്യൂസ് പേപ്പർ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ചെറുതായി മുറിച്ച പേപ്പർ പീസ് ഇട്ടതിന് ശേഷം നമ്മുടെ ഫ്ലാസ്കും കാസറോളൊക്കെ നന്നായിട്ടൊന്ന് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. ഇനി ഇത് എത്ര നാൾ കഴിഞ്ഞിട്ട് തുറന്നാലും ഇതിൽ നിന്നും ഒട്ടും ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. ഫ്ലാസ്കിൻ്റെ ഉള്ളിലും കാസറോളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന ആ ചീത്ത മണം നമ്മൾ ഇട്ടുകൊടുത്ത പേപ്പർ വലിച്ചെടുത്തോളും. അതുകൊണ്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് തുറന്നാലും ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന നല്ലൊരു ടിപ്പല്ലേ ഇത്? അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണേ. നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പൈസസിലൊക്കെ കിട്ടുന്ന തക്കോലാണ് കേട്ടോ. സ്പൈസസിൻ്റെയൊക്കെ ആ സ്മെല്ല്, അതായത് ഗ്രാമ്പൂ, പട്ട, തക്കോലം ഇവയുടെയൊക്കെ ആ സ്മെല്ല് നമ്മുടെ വീടിനകത്തും പരിസരത്തുമുള്ള എലി, പല്ലി, പാറ്റ, കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ. വെറും രണ്ട് തക്കോലം മാത്രം മതി നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഇടികല്ലിലേക്ക് ഇട്ടാണ് കേട്ടോ ഇത് പൊടിച്ചെടുക്കുന്നത്. കൂടിയ അളവിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മിക്സി ജാറിലിട്ടും പൊടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇടികല്ലിലേക്ക് ഇട്ട് പൊടിക്കുമ്പോൾ അത്ര നൈസ് പൊടിയായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. പൊടിച്ചെടുത്ത തക്കോലം നമുക്കൊരു മൺചിരാതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്ലി വെളുത്തുള്ളി തോലോടുകൂടി ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് മൺചിരാതിലേക്ക് ഇടാം. തോലോടുകൂടി ചതയ്ക്കുമ്പോഴാണ് വെളുത്തുള്ളിയുടെ ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് വെളുത്തുള്ളി തോലോടുകൂടി തന്നെ ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ചതച്ചെടുത്ത വെളുത്തുള്ളി കൂടി നമുക്ക് ആ മൺചിരാതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. വെളുത്തുള്ളിയും തക്കോലവും എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരു തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് തക്കോലത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഫ്ലേവർ നമ്മുടെ ആ തിരിയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ. അരമണിക്കൂറോളം വെച്ചതിന് ശേഷം നമുക്ക് ആ തിരി ഒന്ന് കത്തിക്കാം. ഈ തിരി ഇങ്ങനെ കത്തുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. പല്ലിക്കും പാറ്റയ്ക്കും കൊതുകിനും ഈച്ചയ്ക്കും പൊടിയീച്ചയ്ക്കും ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണിത്. ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്നും ഇവയെല്ലാം പുറത്തു പൊക്കോളും. സന്ധ്യാസമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ സിറ്റ് ഔട്ടിലോ റൂമിനകത്തോ ഒക്കെ വെച്ചാൽ പുറത്തു നിന്നും ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല. അത്രയ്ക്കൊരു സ്മെല്ലാണ് കേട്ടോ നമ്മളിത് കത്തിച്ച് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ? കുറച്ച് കൂടുതൽ തക്കോല എടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ച് വെച്ചാൽ 1-2 വെളുത്തുള്ളി അല്ലി കൂടി ചതച്ച് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ മാത്രം മതിയല്ലോ.
വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന കൊതുകിനെയും ഈച്ചയെയും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണിത്. മാത്രമല്ല കെമിക്കൽസ് ഒട്ടും തന്നെ ചേർക്കാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ പോലും ധൈര്യമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ കൊതുകിൻ്റെയും ഈച്ചയുടെയൊക്കെ ശല്യം കൂടുതലുള്ള ഈ സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ടിപ്പ് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള നല്ല പഴുത്ത ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീടിനകത്തും പരിസരത്തും കൃഷിയിടങ്ങളിലേക്കുള്ള എലി, പെരിച്ചാഴി എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ തക്കാളി വെച്ച് ചെയ്യുന്നത്. എലിക്കും പെരിച്ചാഴിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് തക്കാളി. അത് നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ അവ കൂട്ടത്തോടെ വന്ന് ഇത് തിന്നോളും. അതുമാത്രമല്ല ഇങ്ങനെ എലികളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള പാമ്പിൻ്റെ ശല്യവും ഗണ്യമായി കുറയും. തക്കാളി ഞാനിവിടെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് തീപ്പെട്ടി കൊള്ളികൾ വേണം. ഒരു 7-8 തീപ്പെട്ടി കൊള്ളികളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തീപ്പെട്ടി കമ്പിൻ്റെ അറ്റത്തുള്ള ആ മരുന്ന് മാത്രമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഞരടി പൊടിച്ചെടുക്കാം. ഫോസ്ഫറസ്, സെസ്ക്യൂ സൾഫൈഡ്, പൊട്ടാസ്യം ക്ലോറേറ്റ് എന്നീ ഹാംഫുൾ കെമിക്കൽസാണ് നമ്മുടെ തീപ്പെട്ടി കമ്പിൻ്റെ ഈ ഹെഡിലുള്ളത്. ഏത് ജീവികളുടെ ഉള്ളിലേക്കും ഇത് കൂടിയ അളവിൽ ചെന്നു കഴിഞ്ഞാൽ അത് അവയുടെ ഡൈജഷനെ ബാധിക്കുകയും ക്രമേണ ആ ജീവികൾ ചത്തുപോവുകയും ചെയ്യും. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ തീപ്പെട്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ തീപ്പെട്ടി കമ്പൊക്കെ വായിൽ വെച്ച് അവരിങ്ങനെ ചപ്പി കുടിക്കും. അപ്പോൾ അതിലെ കെമിക്കൽസൊക്കെ കുഞ്ഞുങ്ങളുടെ വയറ്റിലെത്തുകയും അത് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുമാത്രമല്ല കൂടിയ അളവിൽ ഈ മരുന്നൊക്കെ ഉള്ളിൽ ചെന്നാൽ കുഞ്ഞുങ്ങൾക്ക് അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. 8 തീപ്പെട്ടി കമ്പിലെ മരുന്ന് ഞാനിവിടെ തക്കാളിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. ആസിഡിക് നേച്ചർ ആണല്ലോ നമ്മുടെ തക്കാളി. അപ്പോൾ നമ്മുടെ തക്കാളിയിലുള്ള ആസിഡും അതുപോലെ തീപ്പെട്ടി കമ്പിലുള്ള കെമിക്കൽസും നമ്മൾ ഇട്ട് കൊടുത്ത ബേക്കിംഗ് സോഡയും കൂടി ചേരുമ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. എലി, പെരിച്ചാഴി എന്നിവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ വെച്ചാലൊന്നും എലിയും പെരിച്ചാഴിയും ഒന്നും ഇതിൻ്റെ അടുത്തേക്ക് പോലും വരില്ല. അതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരൈറ്റം കൂടി ചേർത്ത് കൊടുക്കാം. മണം പിടിച്ച് വരുന്ന ജീവികളാണ് എലികൾ. അപ്പോൾ എലികളെ നമ്മുടെ മരുന്നിനടുത്തേക്ക് ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരല്പം ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ഞു പീസ് ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് തക്കാളിയുടെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നീരും ശർക്കരയും ചേർന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എലികളെയും പെരിച്ചാഴികളെയൊക്കെ ആകർഷിക്കാൻ പോകുന്ന നല്ലൊരു സ്മെല്ലാണിത്. എലി, പെരിച്ചാഴി എന്നിവയുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ മുറ്റത്തിൻ്റെ അരികിലും കാർ പോർച്ചിലും മതിലിൻ്റെ സൈഡിലും ഒക്കെയാണ് എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത്. അവിടെയൊക്കെ നമുക്ക് ഇതുപോലുള്ള ഓരോന്നുണ്ടാക്കി വയ്ക്കാം. സന്ധ്യാസമയത്താണ് എലിയൊക്കെ തീറ്റ തേടി നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. തക്കാളിയുടെയും ശർക്കരയുടെയൊക്കെ മണം പിടിച്ചു വരുന്ന എലികൾ നമ്മുടെ മരുന്ന് മുഴുവനോടെ തന്നെ തിന്നും. അങ്ങനെ അവയുടെ വയറിനകത്ത് നമ്മുടെ മരുന്നെത്തുമ്പോൾ തീപ്പെട്ടിക്കൊള്ളിയിലെ കെമിക്കൽസും നമ്മുടെ ബേക്കിംഗ് സോഡയും ചേർന്ന് അവയുടെ വയറിനുള്ളിൽ പ്രവർത്തിക്കും. കെമിക്കൽസ് എല്ലാം കൂടി ചേർന്ന് അവയുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുകയും അവ വെള്ളത്തിനായി ദാഹിച്ച് പരവേശപ്പെട്ട് എങ്ങോട്ടെങ്കിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഹാംഫുള്ളായ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ, പൈസ മുടക്ക് അധികമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പരിസരത്തുള്ള എലികളെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്